morning students. Today we are going to do some activities. Take page number 167. Activity 1. Identify the rhythm of the song given below and add more lines to it. If I find a tailor's son, he will teach me how to stitch. He will stitch, I will stitch, we will stitch together. If I find a painter's son, he will teach me how to paint. He will paint, I will paint, we will paint together. ഇതിനോട് സാമ്യമായി ഇതുപോലെ ഒരു 4 വരിയും കൂടി എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആദ്യം എന്താണ്? ഇഫ് ഐ ഫൈൻഡ് എ ടൈലേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു സ്റ്റിച്ച്. ടൈലേഴ്സ് സൺ എന്താ പഠിപ്പിക്കുക? ഹൗ ടു സ്റ്റിച്ച്, എങ്ങനെയാണ് തുണികൾ തയ്ക്കേണ്ടതെന്ന് പഠിപ്പിക്കും. ഹീ വിൽ സ്റ്റിച്ച്, ഐ വിൽ സ്റ്റിച്ച്, വി വിൽ സ്റ്റിച്ച് ടുഗദർ. ഇഫ് ഐ ഫൈൻഡ് എ പെയിൻറ്റേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു പെയിൻറ്റ്. ഒരു പെയിൻറ്ററിൻ്റെ മകനെ കണ്ടാൽ ആ പെയിൻറ്ററിൻ്റെ മകൻ എന്താ ചെയ്യുക? എങ്ങനെയാണ് പെയിൻറ്റ് ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കും. ഹീ വിൽ പെയിൻറ്റ്, അവൻ പെയിൻറ്റ് ചെയ്യും. ഐ വിൽ പെയിൻറ്റ്, ഞാനും പെയിൻറ്റ് ചെയ്യും. വി വിൽ പെയിൻറ്റ് ടുഗദർ. ഇതുപോലെ നമുക്കൊരു 4 വരി കൂടി ഉണ്ടാക്കി നോക്കിയാലോ, എഴുതി നോക്കിയാലോ. ഇഫ് ഐ ഫൈൻഡ് എ ഡാൻസേഴ്സ് സൺ, ഹീ വിൽ ടീച്ച് മീ ഹൗ ടു ഡാൻസ്. ഹീ വിൽ ഡാൻസ്, ഐ വിൽ ഡാൻസ്, we will dance together. Then please try to write another lines. The second activity is word game. Stand in pairs, select a word from the passage The Great Adventure. Make as many words as you can using the letters of the word you have selected. എന്താണ് ഗെയിം? ദ ഗ്രേറ്റ് അഡ്വഞ്ചർ എന്നുള്ള സ്റ്റോറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു വേർഡ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. ഫോർ എക്സാമ്പിൾ സ്റ്റെപ്പ് ലാഡർ. ആ വേർഡിൽ നിന്ന് ആ വേർഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്ന പരമാവധി വേർഡ്സ് ഉണ്ടാക്കുക. അതാണ് ക്വസ്റ്റ്യൻ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ സ്റ്റെപ്പ് ലാഡർ എന്നുള്ള വേർഡ് തിരഞ്ഞെടുത്തു. ആ സ്റ്റെപ്പ് ലാഡറിലുള്ള വേർഡ്സ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും? സ്റ്റെപ്പ്, ലാഡർ, ഡിയർ, ഡീർ, അങ്ങനെയുള്ള കുറേ വേർഡ്സ് ആ സ്റ്റെപ്പ് ലാഡർ എന്നുള്ള വേർഡിലുള്ള ലെറ്റേഴ്സ് ഉപയോഗിച്ച് ഉണ്ടാക്കാം. അതുപോലെ നിങ്ങൾ ഒരു 5 വേർഡ്സ് സെലക്ട് ചെയ്യുക. ഈ ചാപ്റ്ററിൽ നിന്ന് സെലക്ട് 5 വേർഡ്സ് ആൻഡ് മേക്ക് ആസ് മെനി വേർഡ്സ് ബൈ യൂസിങ് ദ ലെറ്റേഴ്സ് ഇൻ യുവർ സെലക്റ്റഡ് വേർഡ്സ്. നിങ്ങൾ ഒരു 5 വേർഡ്സ് തിരഞ്ഞെടുക്കുക. ഈ ചാപ്റ്ററിൽ നിന്ന് 5 വേർഡ്സ് സെലക്ട് ചെയ്തിട്ട് ആ വേർഡ്സിൽ വന്ന ലെറ്റേഴ്സ് ഉപയോഗിച്ച് പരമാവധി വേർഡ്സ് എഴുതി നോക്കുക. ആക്ടിവിറ്റി 3. ടോട്ടോജൻ ആൻഡ് യസുക്കി-ചാൻ ഹാഡ് നെവർ സീൻ എ ടെലിവിഷൻ സെറ്റ്. വാട്ട് അബൌട്ട് യു? ഈസ് വാച്ചിങ് ടെലിവിഷൻ ഗുഡ് ഓർ ബാഡ്? ലെറ്റ്സ് ഹാവ് എ ഡിബേറ്റ് ഓൺ ഇറ്റ്. Find a moderator and conduct the debate. When you debate on a topic, you will have to either support or differ on certain points. Which of the following expressions can be used to support or differ? Write their numbers in separate columns. Make use of these expressions while you debate. Totojan and Yasuki-chan had never seen a television set. ടോട്ടോജനും യസുക്കി-ചാനും ഒരു TV കണ്ടിട്ടില്ല, ടെലിവിഷൻ സെറ്റ് ഇതുവരെയും കണ്ടിട്ടില്ലായിരുന്നു. വാട്ട് അബൌട്ട് യു? നമ്മളെല്ലാവരും കണ്ടിട്ടില്ലേ? എല്ലാവരും ടെലിവിഷൻ സെറ്റ് കണ്ടിട്ടുള്ളവരാണ്, ഉപയോഗിക്കുന്നവരാണ്. ഈസ് വാച്ചിങ് ടെലിവിഷൻ ഗുഡ് ഓർ ബാഡ്? ടെലിവിഷൻ കാണുന്നത് നല്ലതാണോ ചീത്തയാണോ? നമുക്ക് ഗുണമുണ്ടോ ദോഷമാണോ? ലെറ്റ്സ് ഹാവ് എ ഡിബേറ്റ് ഓൺ ഇറ്റ്. അതിനെക്കുറിച്ചൊരു ഡിബേറ്റ് നടത്തുക. ഫൈൻഡ് എ മോഡറേറ്റർ ആൻഡ് കണ്ടക്ട് ദി ഡിബേറ്റ്. ഡിബേറ്റ് നടത്താൻ എന്താ വേണ്ടത്? ഒരു മോഡറേറ്റർ വേണം. 2 കൂട്ടരെയും, സപ്പോർട്ട് ചെയ്യുന്നവരെയും അതുപോലെ ഒപ്പോസ് ചെയ്യുന്നവരെയും നിയന്ത്രിച്ച് അവരുടെ ആശയങ്ങൾ ക്രോഡീകരിച്ച് കൊണ്ടുവരാൻ ഒരു മോഡറേറ്റർ ആവശ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു മോഡറേറ്ററെ സെലക്ട് ചെയ്യണം.
When you debate on a topic, you will have to either support or differ on certain points. Which of the following expressions can be used to support or differ? Write their numbers in separate columns. Make use of these expressions while you debate. ഇപ്പോൾ ഡിബേറ്റ് ചെയ്യുമ്പോൾ നടത്തുമ്പോൾ അതിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ് ഇവിടെ തന്നിരിക്കുന്നത്. എക്സ്പ്രഷൻസ് എന്താണ് ചെയ്യേണ്ടത്, സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻ എന്താണ്, ഒപ്പോസ് ചെയ്യാൻ എതിർക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട എക്സ്പ്രഷൻ എന്താണ്, അതിവിടെ തന്നിട്ടുണ്ട്. അത് മാർക്ക് ചെയ്യാൻ, അതിൻ്റെ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാൻ ഒരു ടേബിളും ഉണ്ട്. അപ്പോൾ ആ ടേബിളിൽ നിങ്ങൾ ആ എക്സ്പ്രഷൻസിൻ്റെ നമ്പർ എഴുതണം. എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ്. നെക്സ്റ്റ് കോളം എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ടു ഡിഫർ. ഫസ്റ്റ് വൺ, ഐ സ്ട്രോങ്ലി സപ്പോർട്ട്. ഐ സ്ട്രോങ്ലി സപ്പോർട്ട് എവിടെയാണ് എഴുതേണ്ടത്? എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ്. അവിടെ ഇപ്പോൾ നമ്പർ 1 എഴുതാം. ഐ ഡോണ്ട് അഗ്രി വിത്ത് യു. നെക്സ്റ്റ് കോളം എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ടു ഡിഫർ. അവിടെ നമ്പർ 2 എഴുതാം. സോറി, ഐ കാൺട്ട് അഗ്രി വിത്ത് യു. സെക്കൻഡ് കോളത്തിൽ എഴുതുക. ദാറ്റ്സ് എ ഗുഡ് ആർഗ്യുമെൻറ്റ് ബട്ട്. സെക്കൻഡ് കോളത്തിൽ എഴുതുക. ഐ ആം അഫ്രൈഡ് യു ആർ നോട്ട് റൈറ്റ്. അതും എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ടു ഡിഫർ അതിലാണ് എഴുതേണ്ടത്. ഗുഡ് ഐഡിയ, അത് എക്സ്പ്രഷൻസ് ടു ബി യൂസ്ഡ് ഫോർ സപ്പോർട്ടിങ്. ഐ അഗ്രി വിത്ത് യു, അതും ഫസ്റ്റ് കോളത്തിൽ എഴുതുക. ദാറ്റ് ഈസ് ട്രൂ, ഫസ്റ്റ് കോളത്തിൽ എഴുതുക, നമ്പർ എഴുതുക. ഐ സപ്പോർട്ട് ദ ഒപ്പീനിയൻ ദാറ്റ്. സപ്പോർട്ടിങ് എക്സ്പ്രഷനാണ് ഐ സപ്പോർട്ട് ദ ഒപ്പീനിയൻ ദാറ്റ്. ദാറ്റ്സ് റൈറ്റ്, സപ്പോർട്ടിങ് എക്സ്പ്രഷൻ. ഐ ഹാവ് ടു ഡിഫർ, ഒപ്പോസിങ് എക്സ്പ്രഷനാണ് ഐ ഹാവ് ടു ഡിഫർ. ദാറ്റ്സ് നോട്ട് ട്രൂ, ഒപ്പോസിങ് എക്സ്പ്രഷൻ. ഹൗ ക്യാൻ യു സേ ദാറ്റ്, opposing expression. They were cooked up stories. അതും opposing expression ആണ്. Well, let's think about it. Supporting expression. I agreed to my friend. Supporting agreement. That's fine. Supporting expression. Please don't cook up stories. Expressions to differ. Please listen to me. ഇത് ശ്രദ്ധിക്കണം. പ്ലീസ് ലിസൺ ടു മീ എന്നുള്ളത് രണ്ടു കൂട്ടർക്കും ഉപയോഗിക്കാം. സപ്പോർട്ടിംഗ് ആയിട്ടും പറയാം, അല്ലെങ്കിൽ ഒപ്പോസിങ് അവരും പറയാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ മോഡറേറ്ററും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് ഒരു കോളത്തിലും എഴുതി ചേർക്കണ്ട, രണ്ടിലും ഉപയോഗിക്കാം. അല്ലെങ്കിൽ മോഡറേറ്റർ പറഞ്ഞതായിരിക്കാം. പ്ലീസ് ലിസൺ ടു മീ എന്നുള്ളത് മോഡറേറ്റർ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. മൈ ഗ്രൂപ്പ് സപ്പോർട്ട്സ് ദ ഐഡിയ ദാറ്റ്. സപ്പോർട്ടിംഗ് എക്സ്പ്രഷൻ. ദെൻ we can move to the next activity. Study the following map and help Toto-chan reach Yasuki-chan's house. ആക്ടിവിറ്റി 4ൽ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട്. ആ മാപ്പിൽ നോക്കിയിട്ട് ടോട്ടോജന് യസുക്കി-ചാൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി കാണിച്ചു കൊടുക്കണം. അതാണ് ഇവിടുത്തെ ആക്ടിവിറ്റി. ഇവിടെ കോബ്ലേഴ്സ് ജംഗ്ഷൻ, ബാങ്കേഴ്സ് ജംഗ്ഷൻ, വെൽ, ബാങ്ക്, പോണ്ട്, എലിഫൻറ്റ് സ്ക്വയർ, റോബേഴ്സ് സ്ക്വയർ, ജംഗിൾ സർക്കിൾ, ബീച്ച് ജംഗ്ഷൻ, ടോമോ സ്കൂൾ, യസുക്കി-ചാൻസ് ഹൗസ്. ആദ്യം ടോട്ടോജൻ്റെ ഹൗസും തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് യസുക്കി-ചാൻ്റെ ഹൗസിലെത്തണം. അതിനുള്ള വഴി കാണിച്ചു കൊടുക്കാനാണ് പറയുന്നത്. ഇവിടെ നൗ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ. സം ഓഫ് ദം ആർ കറക്റ്റ് ആൻഡ് സം ആർ റോങ്. ടിക്ക് ദ ഹാപ്പി ഫേസ് ഇഫ് ദ ഇൻസ്ട്രക്ഷൻ ഈസ് കറക്റ്റ്. ടിക്ക് ദ സാഡ് ഫേസ് ഇഫ് ഇറ്റ് ഈസ് റോങ്. ഇവിടെ റീഡ് ദ ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബിലോ, കുറേ ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്.
യസുക്കി-ചാൻ്റെ വീട്ടിലെത്താൻ ടോട്ടോജനെ സഹായിക്കുന്ന പല ഇൻസ്ട്രക്ഷൻസാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ ചില ഇൻസ്ട്രക്ഷൻസ് കറക്റ്റാണ്, ശരിയാണ്, ചിലത് തെറ്റാണ്. ശരിയായ ഇൻസ്ട്രക്ഷനാണ് ഇവിടെ തന്നിട്ടുള്ളതെങ്കിൽ നിങ്ങൾ സ്മൈലിംഗ് ഫേസിൽ ടിക്കിടുക, ഹാപ്പി ഫേസിൽ ടിക്കിടുക. ഇഫ് ഇൻസ്ട്രക്ഷൻ ഈസ് നോട്ട് കറക്റ്റ് പ്ലീസ് ടിക്ക് സാഡ് ഫേസ്. ഇവിടെ സാഡ് ഫേസും ഉണ്ട്, ഹാപ്പി ഫേസും ഉണ്ട്. ഇൻസ്ട്രക്ഷൻ ശരിയാണെങ്കിൽ ഹാപ്പി ഫേസിൻ്റെ അവിടെ ടിക്കിടുക, ഇൻസ്ട്രക്ഷൻ തെറ്റാണെങ്കിൽ സാഡ് ഫേസിൻ്റെ അവിടെ ടിക്കിടുക. അതാണ് ക്വസ്റ്റ്യൻ. There is a road in front of Totojan's house. If you go towards the east, you will reach Cobbler's Junction. നിങ്ങൾ മാപ്പ് നോക്കിയിട്ട് വേണം ടിക്കിടാൻ. If you go towards the east, you will reach Cobbler's Junction. That is correct. So please tick on happy face. Then if you turn right from there, you will reach Banger's Junction. That statement is also correct. So please tick on happy face. If you go straight from there, you will reach the well. That statement is not correct. So you please tick on the sad face. If you go east from Banger's Junction, you will reach Elephant Square. That statement also not correct. So please tick on sad face. If you go from Elephant Square to south, you will reach at Robbers Junction. That is not correct. So please tick on sad face. If you move west from Robbers Junction, you will reach the jungle. That is not correct. So please tick on sad face. Go east from Beach Circle and reach Jungle Circle. That is a correct idea, correct statement. So please tick on happy face. If you go west from Beach Circle, you will reach Elephant Square. That statement is not correct. So tick on sad face. If you move east from Jungle Circle, you will reach seashore. That is also not correct. So please tick on sad face. If you move south from Jungle Circle, you will reach Yasuki-chan's house. That statement is correct. So you please tick on the happy face. Dear students, please do these activities. We can meet on the next class. Thank you.